ചൂരൽ മലയിൽ നിന്നും ഉരുൾപൊട്ടലിൽ ഏതാണ്ട് ഒരു കുടുംബത്തിലെ 6 പേരെയാണ് കാണാതായത്. അതിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടി, പക്ഷേ 5 പേരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അതിൽ ആ കുടുംബം ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്? ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലാണ് ഈ 6 പേരെ കാണാതായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയോടുകൂടി വാട്സപ്പിലൊരു ഫോട്ടോ കാണാനിടയായി. അതും എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അനിയൻ്റെ ഫോട്ടോയുമായി നല്ല സാമ്യമുണ്ടായിരുന്നു. ഡോക്ടർമാരും പോലീസും എല്ലാം ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അവരെല്ലാം സ്ഥിരീകരിച്ച് ഈ വ്യക്തി തന്നെയാണ് എന്നുള്ളത്. ഈ നിലമ്പൂരിൽ നിന്നാണ് ആ ബോഡി വന്നതെന്നാണ് ആ വാട്സപ്പ് ഇതിൽ ഉണ്ടായിരുന്നത്. ആ കുടുംബവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊണ്ടുപോയത് ആ ബോഡി അല്ല, അവർ കൊണ്ടുപോയ ഫോട്ടോ അടക്കം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ ബോഡി എവിടെ പോയി എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തെല്ലാം ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഈ നേരം വരെയും ഒരുപാട് പേരെടുത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും ലാസ്റ്റ് നമുക്ക് അന്വേഷിക്കുക, ഒരു അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം എടുത്തു തരാം എന്നെല്ലാം പറഞ്ഞിട്ടും അവസാന നിമിഷം എല്ലാവരും കൈയൊഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടായത്. ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത് ഒരു 3 ബോഡിയും കൂടി നിലമ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. അത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ അതിലുണ്ടാവാം, അങ്ങനെ സമാധാനിച്ച് നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. കുറേ അന്വേഷിച്ചു. കാരണം ഇന്നലെ രാത്രി മുതൽ പോലീസ് സ്റ്റേഷനിലും അതേപോലെ ഇവിടുത്തെ എല്ലാവരുടെ അടുത്തും എല്ലാ ഉദ്യോഗസ്ഥരും അവർ ഞങ്ങളോട് ചോദിക്കുന്നത് ബോഡി നമ്പർ എവിടെയെന്നാണ്. ബോഡി നമ്പർ ഞങ്ങളല്ല ഇട്ടത്, ബോഡി നമ്പർ ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഇത് തന്നെയാണ് ഇയാൾ ഫോട്ടോ നോക്കിയിരുന്നല്ല, അവരുടെ മകൻ തന്നെയാണ് അത് നോക്കിയിട്ട് പറഞ്ഞത്. കാരണം അവൻ്റെ 6 പേരെ നഷ്ടപ്പെട്ട് അതിൽ ഒരു മോനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി അച്ഛനെ കണ്ടിട്ടും അച്ഛനിവിടെ എത്തിയിട്ടും ആ ഒരു ബോഡി കിട്ടാതെ നിൽക്കുന്ന അവൻ്റെ ഒരു മാനസിക വിഷമമൊക്കെ നമ്മൾ ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ചൂരൽമലയിലെ രാജൻ്റെ ഒപ്പമുണ്ടായിരുന്ന കുടുംബാംഗങ്ങളിൽ ഇപ്പോൾ 5 പേരെ കണ്ടെത്താനുണ്ട്. ഒരാളെ മാത്രമാണ് കണ്ടെത്തിയതും എന്നതും വലിയ ആശങ്കയായി സങ്കടമായി നിൽക്കുന്നു. വെപ്പാടിയിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.